ഹായ് എവരിവൺ, വെൽക്കം ടു ഓറഞ്ച് സോൺ. കുറച്ച് കാലമായി നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ കിട്ടി, ഒരു കണ്ടന്റ് കിട്ടിയതാണ്. ജസ്റ്റ് നമ്മൾ കണ്ട് അതൊരു സജഷൻ ആയിട്ട് നമ്മുടെ അഭിപ്രായം അതിലൊന്ന് രേഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ വെൽക്കം ടു ദ വീഡിയോ. രാവിലെ തന്നെ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ കണ്ടൊരു വീഡിയോ ആണത്. ഇതിൽ പിള്ളേർ ശരിക്കും ചെയ്തത് തെറ്റ് തന്നെയാണ്. അവർ ചെയ്തു, അത് 4 പേര് ഒരു വണ്ടിയിൽ തന്നെ പോയി. അത് കറക്റ്റ് നമ്മുടെ മിനിസ്റ്ററുടെ മുമ്പിൽ തന്നെ എത്തി. മിനിസ്റ്റർ തക്കതായിട്ടുള്ള ഒരു ശിക്ഷ ആ സമയത്ത് തന്നെ കൊടുത്തു. അതായത് അവരുടെ പാരൻസിൻ്റെ, അല്ലെങ്കിൽ ആരാണോ ആ വണ്ടി എടുത്തത് അവരുടെ ഉടമസ്ഥയിലുള്ള വണ്ടിയാണെങ്കിൽ അവരുടെ ആ ഉടമസ്ഥൻ്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. നല്ല കാര്യം തന്നെയാണ്. ചിലപ്പോൾ അവരുടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രദേഴ്സോ ആരെങ്കിലും വണ്ടി ആയിരിക്കാം. അൺഫോർച്ചുനേറ്റ്ലി അവരുടെ ലൈസൻസ് റദ്ദായി കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇതിലൊരു ചോദിക്കാനുള്ളൊരു ഡൗട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, സംഭവം ശരിയാണ്, ചെയ്ത് ശിക്ഷയും കാര്യങ്ങളെല്ലാം റെഡിയാണ്. പക്ഷേ ഈ റദ്ദാക്കിയ ലൈസൻസ് ഇപ്പം നമ്മൾ സറണ്ടർ ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. ചിലപ്പോൾ MVDയിലോ അല്ലെങ്കിൽ പോലീസിലോ കൊണ്ടുപോയി സറണ്ടർ ചെയ്യേണ്ടതുണ്ട്. സറണ്ടർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു കോപ്പി സാധാരണ നമ്മൾ വണ്ടിയിൽ വെക്കാറുണ്ട്. അപ്പോൾ 2-3 വണ്ടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓരോ കോപ്പി, അത് അറ്റസ്റ്റഡ് കോപ്പി എടുത്തിട്ട് കയ്യിൽ വെക്കും. അത് ഒറിജിനൽ പോലെ തന്നെ കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു കോപ്പിയാണ്. അപ്പം ഇത് സറണ്ടർ ചെയ്യുന്നില്ല, ഒറിജിനൽ മാത്രമേ സറണ്ടർ ചെയ്യുന്നുള്ളൂ. ലൈസൻസ് ഒറിജിനൽ മാത്രമാണ് സറണ്ടർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ സാധാരണ ഒരു കാഷ്വൽ ആയിട്ട് നമ്മുടെ പോലീസിൻ്റെയോ അല്ലെങ്കിൽ MVDൻ്റെയോ ഒരു ചെക്കിങ് സമയത്ത് നമ്മളോട് ലൈസൻസ് ചോദിക്കും, നമ്മൾ ലൈസൻസ് എടുത്ത് കാണിക്കും. അപ്പോൾ ആ സമയത്ത് ചിലപ്പം നമ്മൾ ഒറിജിനൽ ലൈസൻസ് ആയിരിക്കില്ല കാണിക്കുക, നമ്മൾ അറ്റസ്റ്റഡ് കോപ്പി ആയിരിക്കും കാണിക്കുക. അതിൻ്റെ സെയിം കളർ പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒറിജിനൽ പോലെ തന്നെ ആയിരിക്കും കാണുക. നമ്മുടെ ഇപ്പോഴത്തെ ലൈസൻസിൻ്റെ കാര്യമല്ല, ഇപ്പോഴത്തെ കുറച്ചുകൂടി ഒരു, പിന്നെ ഇപ്പോൾ ഓൺലൈനൊക്കെ ആക്കിയത് കൊണ്ട് അങ്ങനെ. പണ്ട് ഞാനൊക്കെ എടുത്ത സമയത്തുള്ള ലൈസൻസ് ആണ് സാധാ ഒരു DTP ചെയ്ത സംഭവമാണ് തരുന്നത്. അപ്പോൾ അതിലൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നമുക്ക് കാഷ്വൽ ആയിട്ടുള്ള നമ്മുടെ ചെക്കിങ്ങിൽ നിന്നൊക്കെ നമുക്ക് ശരിക്കും ഊരിപ്പോരായിരുന്നു. അതായത് അവർക്ക് അതിൻ്റെ ആ ഒരു മെഷീനിൽ വെച്ചിട്ട് അവരുടെ സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടേ അത് റദ്ദാക്കിയതാണോ അല്ല വാലിഡ് ആണോ എന്നുള്ളത് നോക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും ആ ഒരു നോർമലി നമ്മൾ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ അത് നോക്കിയ ശേഷം സാധാരണ കാഷ്വൽ ആയിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെ കൊടുക്കുകയാണ് പതിവ്. ചെക്കിങ്ങിൽ അങ്ങനെ കൂടുതലായിട്ട് നമ്മളെ എന്താ പറയുക ചെക്ക് ചെയ്യാറില്ല. അപ്പോൾ ആ സമയങ്ങളിൽ ഈ ഒരു സംഭവം എടുത്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും എസ്കേപ്പായി പോകാനുള്ളൊരു അവസരം കൂടിയല്ലേ കാണുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഇപ്പം ചെക്ക് പോസ്റ്റുകളിലൊക്കെ നമ്മുടെ ചെക്കിങ്സ് ഒക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ലഹരി ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അതർ സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ പിടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ലൈസൻസും ഇതേപോലെ തന്നെ റദ്ദാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സസ്പെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതിലും ഇതേപോലെ തന്നെയാണ് സംഭവം നടക്കുന്നത്. കാരണം നമ്മളൊരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ചെക്കിങ്ങിൽ ഇത് പിടിക്കപ്പെടുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ആ ഒരു മെഷീനിൽ എംപാരിവാഹനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മെഷീനാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ലൈസൻസ്, നമ്മൾ ഹാജരാക്കിയ ലൈസൻസ് അത് വാലിഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അതുവരെ നമുക്കത് ഇച്ചിരി യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ഇഷ്യൂ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി തട്ടുകയോ മുട്ടുകയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആക്സിഡൻറ്റ് സമയത്ത് ഇതിൻ്റെ ക്ലെയിം കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ കേസുകൾ വരാനുണ്ട്. ഇപ്പം കുറേ കേസുകളൊക്കെ അവിടെ നിന്ന് തന്നെ ഡിലേ ആയി പോകാറുണ്ട്. അതായത് അവിടെ നിന്ന് തന്നെ ഒത്തുതീർപ്പാക്കിയിട്ട് പോകാറുണ്ട്. ഒത്തുതീർപ്പാക്കാത്ത കേസുകളിലാണ് ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യാനുള്ളത്. അതുവരെ നമുക്ക് ഈ ഒരു പറഞ്ഞിട്ടുള്ള ലൈസൻസിന്റെ കോപ്പികൾ വെച്ച് ശരിക്കും യൂസ് ചെയ്ത് പോകാവുന്നതാണ്. ശരിക്കും അത് ഒരു ശരിയുള്ള നടപടിയല്ല. അതിപ്പം അത് അങ്ങനെ മാൻഡേറ്റ് ആക്കുകയാണെങ്കിൽ നമ്മുടെ കാഷ്വൽ ചെക്കിങ്ങിലും ഈ പരിവാരമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ ഇലക്ട്രോണിക് ഡിവൈസിൽ ഈ ഒരു സംഭവങ്ങൾ കൂടി ചെയ്യാനുള്ളത്. അതായത് ലൈസൻസ് ചെക്ക് ചെയ്തിട്ട് അത് വാലിഡ് ആണോ അല്ലയോ എന്നുള്ളത്. ഇപ്പം കുറേ കേസുകൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ വാലിഡ് ആണോ അല്ലയോ എന്നുള്ളത് ചെയ്യുന്നതും കൂടി ശരിയായിരിക്കും. അങ്ങനെ ഒരു കാര്യം വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഈ ഒരു കേസിൽ ചെയ്തത് തെറ്റാണ്, പിള്ളേർ ചെയ്തത് വളരെയധികം തെറ്റ് തന്നെയാണ്. അത് ചിലപ്പം പാരൻസ് അറിഞ്ഞിട്ടുണ്ടാവില്ല, വണ്ടി എടുത്ത് പോയിട്ടുണ്ടാവുക കാര്യം. അൺഫോർച്ചുനേറ്റ്ലി അവരുടെ ലൈസൻസ് ഇങ്ങനെ പോയി കിട്ടുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ നിയമങ്ങളിൽ നമ്മൾ ഇതേപോലെ ശിക്ഷകളൊക്കെ തൽക്ഷണം കൊടുക്കുമ്പോൾ അതിലൊരു ചെയ്യാനുള്ള ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആക്കി ചെയ്യാം. അതായത് ഒരു സജഷനാണ്, നമ്മൾ ഇതേപോലെ തന്നെ ഈ എസ്കേപ്പ് ചെയ്യാനുള്ള ചാൻസുകളും കൂടി കുറച്ചിട്ട് ആൾക്കാർക്ക് അത് കുറച്ചുകൂടി ഗുണപ്രദമാകണം. ഇത് നമ്മൾ എന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇതിനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനും അതേപോലെ തന്നെ ആ ഒരു റൂൾസൊക്കെ നമ്മൾ അനുസരിച്ച് പോകാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം. ഇനിയും ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കുറയ്ക്കണം എന്നുള്ളതാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ തൽക്ഷണം ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ കൊടുക്കാൻ പറ്റിയതിൽ നമ്മുടെ മിനിസ്റ്റർക്കും അതേപോലെ തന്നെ MVD ഡിപ്പാർട്ട്മെന്റിനും ശരിക്കും ഒരു അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതും. സോ ഇത് ഇനിയും കീപ്പ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.